ദൈവത്തിന് സ്തോത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം തന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 5 മുതലുള്ള വാക്യങ്ങളായിരുന്നല്ലോ നാം പഠിച്ചത്. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളായിരുന്നു നാം പഠിച്ചത്. അവിടെ നാം കണ്ടത് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന തൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ സുവിശേഷ ഘോഷണത്തിൽ തങ്ങളോട് കൂടെയുള്ള ആൾക്കാരും എന്തോ ചെയ്തതെന്ന് വെച്ചാൽ, ഞങ്ങള് ക്രിസ്തുയേശുവിനെ കർത്താവ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളെ ഉയർത്തുകയായിരുന്നില്ല, ഞങ്ങൾ കർത്താവിന് സകല മഹത്വവും കൊടുക്കുകയായിരുന്നു. ക്രിസ്തുയേശുവിനെ കർത്താവ് എന്നും ഞങ്ങളെയോ ക്രിസ്തുവിന്റെ ദാസന്മാർ, ഞങ്ങളെ ശുശ്രൂഷ ചെയ്യിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ടവർ എന്നുള്ള ചിന്തയായിരുന്നു എന്നായിരുന്നു അവിടെ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ 6-ാമത്തെ വാക്യം കണ്ടു. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നറിയിച്ച ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ സൃഷ്ടിയുടെ ആരംഭത്തിലുള്ള വെളിച്ചവും പുതിയ സൃഷ്ടിയുടെ ആരംഭത്തിലുള്ള വെളിച്ചത്തെയും കുറിച്ചായിരുന്നു അവിടെ ഒരു താരതമ്യ പഠനമായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അവിടെ ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്നുള്ള ദൈവം അരുളി ചെയ്തു. ആ അനുഭവം തന്നെയാണ് പുതിയ സൃഷ്ടിയിലും പുതിയ സൃഷ്ടിയിലെ അനുഭവം. അവിടെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം ആദിയിൽ കൽപ്പിച്ചു. അങ്ങനെ വെളിച്ചം ഉണ്ടായി. പുതിയ സൃഷ്ടിയിലും അതുപോലെ പാപത്താൽ മലിനമാക്കപ്പെട്ട പാപത്താൽ മരിച്ച മനുഷ്യനെ, ജീവിച്ചിരിക്കുന്നെങ്കിലും മരിച്ച അവസ്ഥയല്ലേ, ആത്മാവിന്റെ മരണം സംഭവിച്ചിരിക്കുകയല്ലേ. അപ്പം പാപത്താൽ അന്ധകാരമായി തീർന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സുവിശേഷം വ്യാപരിക്കുമ്പോൾ അവിടെ പുതിയ സൃഷ്ടിയിൽ വെളിച്ചം ഉണ്ടായ അവസ്ഥയായി തീരുകയാണ്. നമ്മള് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ അന്ധകാരത്തിൽ നിന്ന് നമ്മുടെ അന്ധകാരത്തിൽ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ച ദൈവവും നമ്മോട് പറയുന്നു. അപ്പൊ ഒരു വ്യക്തി സുവിശേഷം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ആ കേൾക്കുന്ന വചനം അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുകയും അവരുള്ള ഇരുട്ട് മാറി അവർ വെളിച്ചത്തിലായി തീരുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ വെളിച്ചമായി തീരുകയും ചെയ്യുന്നു. അപ്പം അത് കഴിഞ്ഞ് അത് ആ ഒരു പുതിയ സൃഷ്ടി എന്ന് പറയുന്ന പഴയ മനുഷ്യൻ മാറി പുതിയ മനുഷ്യനായിത്തീരുക, ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ആയിത്തീരുകയാണ് ചെയ്തത്. അപ്പൊ മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ ആയിത്തീരുവാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി വേണം, പരിശുദ്ധാത്മാവിന്റെ ഒരു ക്രിയ വേണം. അതുപോലെ തന്നെ പുതിയ ജീവിതത്തിലും ക്രിസ്തു എന്ന ആ പരിപൂർണതയുടെ എന്താ പറയുന്ന ആ ഒരു പൂർണ്ണതയിലേക്ക്, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് വരണമെങ്കിലും അനുദിനമുള്ള ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ ആത്മാവിനാലുമാണ് ദൈവം നമ്മെ ആ ഒരു ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട രീതിയിൽ ആക്കി തീർക്കുന്നത്. നാം പറഞ്ഞു, നാം എന്തിനു വേണ്ടിയാ ദൈവം സൃഷ്ടിച്ചത്? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മെ ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ മുൻ നിയമിച്ചു. കേവലം നമ്മൾ ഒരു പാപിയായിരുന്ന നമ്മളെ തന്റെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുത്ത് വെറും ഒരു വിശ്വാസിയായി ഈ ലോകത്തിൽ ജീവിക്കാനല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. നാം ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടിട്ട് അന്നും ആ ക്രിസ്തുവിന്റെ തേജസ്സോടെ നാം അവനെ കാണുന്ന അവസ്ഥയിലായി തീരണം. നമ്മളുടെ മക്കളെ അവര് നല്ല സ്വഭാവമുള്ളവരായി വളരുന്നതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ കാണാൻ നമുക്കറിയാമല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളായി തീർന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ആ രീതിയിൽ ആയിത്തീരുന്നതുപോലെ കർത്താവും തന്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അതാണ്, തന്റെ പുത്രനോട് അനുരൂപപ്പെട്ട് ജീവിക്കണം. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ദൈവം നമ്മെ പുതിയ സൃഷ്ടിയാക്കി തീർത്ത് ഓരോ ദിവസവും ദൈവത്തിന്റെ വചനവും പഠിപ്പിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളെ ആ ഒരു ക്രിസ്തുവിന് അനുരൂപതയിലേക്ക് നമ്മെ നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ 7-ാം വാക്യത്തിൽ പറഞ്ഞു, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഈ അത്യന്ത ശക്തി എന്ന് പറയുന്ന സുവിശേഷത്തിന്റെ ആ ഒരു വലിയ ശക്തിയെ കുറിച്ചാണ് പറഞ്ഞത്. സുവിശേഷത്തിന്റെ ഒരു മാഹാത്മ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഡൈനാമിക് പവറിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്തുകൊണ്ട് അത് ഇത്ര ഡൈനാമിക് പവർ എന്ന് പറയുവാൻ കാരണം, പാപമംഗലമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, അന്ധകാരം വീശിയിരുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തെ അതൊരു അത്ഭുത പ്രകാശത്തിലേക്ക് നടത്താൻ, ഈ ലോകത്തിൽ ഒന്നിനും ഒരു ഇരുട്ടിനെ വെളിച്ചത്താക്കുവാൻ കഴിയുകയില്ല.
അങ്ങനെയുള്ള ജീവിതത്തിൽ ആ സുവിശേഷം വെറൊരു സുവിശേഷം നമുക്ക് പറയാനൊക്കെ ഇല്ല, അത്യന്ത ശക്തിയുള്ള ഒരു സുവിശേഷം, ഒരു വചനം കേട്ട് ആ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക്, വെളിച്ചത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ട് നമുക്കറിയാം. ഈ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ളൊക്കെ ആൾക്കാരും അല്ലെങ്കിൽ മദ്യപാനികളൊക്കെ ഉള്ള ആൾക്കാരെയും ഒരു എന്താ പറയുന്നത്, ആ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡി അഡിക്ഷൻ സെന്ററിലോ ഒക്കെ കൊണ്ടുപോയിട്ടും അവർ എത്രത്തോളം ഒരു അധ്വാനം ചെയ്ത ഒരു മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ചെയ്യുന്നത് അല്ലേ. എത്രത്തോളം പരിശ്രമിച്ചാൽ പോലും ഒരു മനുഷ്യനെ വീണ്ടും പഴയതുപോലെ ആക്കി തീർക്കാനായിട്ട് ഒക്കത്തില്ല. പക്ഷെ ഈ വചനം ഒറ്റ നിമിഷം കൊണ്ട് ഏത് പാപിയെയും, ഏത് കള്ളനെയും, ഏത് കൊലപാതകനെയും പുതിയൊരു ജീവിതത്തിലേക്ക് ആക്കി തീർക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് അത് അത്യന്ത ശക്തി എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ ലോകത്തിൽ ചെയ്യുവാൻ കഴിയാത്ത, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ച ദൈവം, ഈ ലോകത്തിൽ ഒന്നുമില്ലാത്തതിൽ നിന്ന് എല്ലാത്തിനെയും ഉണ്ടാക്കിയ ഒരു ദൈവം ആ തന്റെ ശക്തിയുള്ള വചനത്താൽ നമ്മെ വീണ്ടെടുത്തു. ഒരു അന്ധകാരത്തിലിരുന്ന മനുഷ്യനെ ആ ദൈവത്തിന്റെ വെളിച്ചത്തിലാക്കി തീർക്കാൻ കഴിവുള്ള ശക്തിയാണ് സുവിശേഷത്തിനുള്ള. അതുകൊണ്ടാണ് അതിനെ അത്യന്ത ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ അത്യന്ത ശക്തി എവിടെയാ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്? അത് ശ്രേഷ്ഠതയുള്ള പാത്രങ്ങളിലൊന്നും അല്ല നിക്ഷേപിച്ചിരിക്കുന്നത്. ബലഹീനമായ, ഉടഞ്ഞു പോകുന്നതായ മൺപാത്രങ്ങൾ പോലെയുള്ള നമ്മുടെ ശരീരത്തിലാണ് ദൈവം അതിനെ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പം ദൈവം അത്യന്ത ശക്തി, ആ സുവിശേഷം നമ്മുടെ ഉള്ളിലാണ്. ഏത് സമയത്തും പൊട്ടിപ്പോകാവുന്ന മൺപാത്രങ്ങളായ നമ്മളിലാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും ബലമില്ലാത്തവയെ അല്ലെങ്കിൽ പൊട്ടിപ്പോകാവുന്ന ഒരു 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 എന്താ പറയുന്ന ഒരു ഉപകരണത്തെ അല്ലെങ്കിൽ ഒരു പാത്രത്തെ ദൈവം ഉപയോഗിക്കാൻ കാരണമെന്ന് പറയുന്നത് ആ പാത്രത്തിന്റെ ശ്രേഷ്ഠതയല്ല, അതിൽ അടങ്ങിയിരിക്കുന്ന സുവിശേഷത്തിന്റെ ശ്രേഷ്ഠതയാണ് വെളിപ്പെടേണ്ടത്. അപ്പൊ ഒരു ശ്രേഷ്ഠമായതിനെ ഒരു ദൈവം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ പാത്രത്തിന്റെയോ ആ ഉപകരണത്തിന്റെയോ അല്ലെ ആ മനുഷ്യന്റെയോ ശ്രേഷ്ഠതയായിരിക്കും വെളിപ്പെടുന്ന. ദൈവത്തിന് മഹത്വം വരുവാൻ കാരണമായി തീരില്ല. സകലത്തിലും ദൈവം മഹത്വപ്പെടുവാൻ ഇടയായി തീരണം. അതുകൊണ്ടാണ് ലോകത്തിൽ ദൈവം ബലഹീനമായതിനെയും കുലഹീനമായതിനെയും ഒക്കെയും തിരഞ്ഞെടുത്ത. ലോകത്തിൽ വലിയ ആൾക്കാർ ഇല്ലാഞ്ഞിട്ടല്ല ദൈവം തിരഞ്ഞെടുക്കാഞ്ഞത്. ഇഷ്ടംപോലെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി തീർന്നവരുണ്ട്. ശ്രേഷ്ഠന്മാർ, മഹാന്മാർ എത്രയോ പേരുണ്ട്. പക്ഷെ അവരൊക്കെ സുവിശേഷത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ അത്യന്ത ശക്തി നിക്ഷേപിക്കാൻ ദൈവത്തിന് മനസ്സ് തോന്നിയില്ല. നമ്മളോട് കോപപാത്രങ്ങളായിരുന്ന നമ്മളെ കരുണാപാത്രങ്ങളാക്കി തീർത്ത ദൈവത്തിന്റെ ദീർഘക്ഷമയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. അത് ശ്രേഷ്ഠമായതിനെ തിരഞ്ഞെടുത്തില്ല ദൈവം, ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഓർക്കുക. നമ്മളെ എത്രത്തോളം ദൈവം ശ്രേഷ്ഠ വിളിയാൽ, ദൈവം ഉന്നത വിളിയാൽ വിളിച്ചു വേർതിരിച്ചു. അതുപോലെ നമ്മൾ ഗിദെയോന്റെ ഉദാഹരണത്തിലൂടെ പെട്ടെന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. ആ ഒരു വലിയൊരു എന്താ പറയുന്നത്, ആ ഒരു സൈന്യത്തെ നേരിടാൻ വേണ്ടി ഒരു 30,000 പേരും ഗിദെയോൻ വിളിച്ചപ്പോൾ അവിടെ വന്നു. പക്ഷെ ദൈവം ആ 30,000 പേരെയും കൊണ്ട് അവിടെ കൊണ്ടുപോയി ആ ഒരു വലിയ സൈന്യത്തെ തോൽപ്പിക്കുകയാണെങ്കിൽ ആ സൈന്യത്തിന്റെ ബലമായിരിക്കും വെളിപ്പെടുന്നത്. അതുകൊണ്ട് ദൈവം ഉപയോഗിച്ചൊരു 300 പേരെയാണ് ഒരു വലിയ സൈന്യത്തെ നേരിടാനായി ഉപയോഗിച്ചത്. പക്ഷെ അവരെ എന്തും കൊണ്ട് അവര് നേരിട്ട്, അവര് കുന്തവും അവര് യുദ്ധ സാമഗ്രികൾ കൊണ്ടൊന്നുമല്ല അവര് ഉപയോഗിച്ചത്. അവരെന്താണ് ആ സൈന്യത്തെ നേരിടാൻ ഉപയോഗിച്ചത്? ഒരു പന്തവും ഒരു മൺകുടവുമായിരുന്നു. ആ മൺകുടം അവരൊന്നും ചെയ്തില്ല. മൺകുടം ഉടച്ചപ്പോൾ പ്രകാശം വെളിയിലേക്ക് വന്നതുകൊണ്ട് ആ എതിർ സൈന്യം ഭയചകിതരായി ഓടിപ്പോവുകയാണ് ചെയ്തത് അല്ലെ. അങ്ങനെ ആ ഒരു മൺകുടം ഉടയപ്പെട്ടത് കൊണ്ട്, അല്ലെങ്കിൽ അവൾ പ്രകാശം വ്യാപരിച്ച് ഒരു വലിയ സൈന്യത്തെ നേരിട്ടു. അതുപോലെ നമ്മുടെ ഈ മൺ ശരീരത്തിലാണ് ദൈവം ഇത്ര വലിയൊരു പവർഫുൾ ആയ ഒരു നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, നമ്മളുടെ മൺകുടം ഉടയപ്പെടണം. ദൈവത്തിന് സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവശക്തി വെളിപ്പെടുവാനായിട്ട് ഇടയായി തരും. മൺകുടം ഉടഞ്ഞ് പ്രകാശം വെളിയിലേക്ക് പരക്കുവാനായിട്ട് ഇടയായി തരണം. കാരണം നമ്മൾ മനുഷ്യർ എത്ര ചെറിയതെന്ന് നമ്മൾ പറഞ്ഞാലും, നമ്മൾ വചനം പറയുന്നവരാണെങ്കിൽ നമ്മൾ എല്ലാവരും
വലിയ ആൾക്കാരാണെന്ന് ചിന്തിക്കുന്നവരല്ലേ. മനുഷ്യൻ ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത് അഹന്ത എന്നുള്ള കാര്യമാണ്. ഞാൻ എന്ന ഭാവം. അപ്പം ഞാൻ എന്ന ഭാവം സുവിശേഷത്തിന്റെ ശക്തിയിലൂടെ ഉടയപ്പെട്ടാൽ മാത്രമേ നമ്മിലൂടെ വെളിച്ചം പ്രകാശിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ മാനുഷികമായ പാത്രങ്ങൾ ഉടയപ്പെടുമ്പോൾ സുവിശേഷത്തിന്റെ ഉജ്ജ്വലത പ്രകാശിക്കും. അപ്പം മൺപാത്രം തകർക്കപ്പെടണം, സുവിശേഷത്തിന്റെ മഹത്വം ഉയരണം. നമ്മൾ പറഞ്ഞു വന്നതെല്ലാം അവര് പറഞ്ഞു, അവര് വെറും മൺപാത്രങ്ങളാണ്, അവരിലൂടെയാണ് ദൈവം പ്രവർത്തിച്ചത്. അപ്പം എപ്പോഴും ആ മൺകുടം ഉടയപ്പെടണം. ബലഹീന ശരീരങ്ങൾ തകർക്കപ്പെട്ടാൽ മാത്രമേ സുവിശേഷത്തിന്റെ ശക്തി ബലപ്പെടുകയുള്ളൂ. നമുക്ക് വചനം പറയുന്നവർ എത്ര മഹത്വത്തോടെ പറഞ്ഞാലും എന്ന് പറഞ്ഞ അക്കമിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പ്രാസത്തോടു കൂടി സംസാരിച്ചാലും അത് പ്രയോജനപ്പെടണമെന്ന് നിർബന്ധമില്ല. കാരണം ദൈവശക്തി അവിടെ വ്യാപരിക്കണം. അപ്പം ആ പാത്രത്തിന്റെ ശക്തിയല്ല അവിടെ വെളിപ്പെടുന്നത്, ആ സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെട്ടാൽ മാത്രമേ മാനസാന്തരത്തിലേക്ക് മനുഷ്യനെ നയിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്ക് ഇന്ന് 8 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. 8 മുതലുള്ള വാക്യങ്ങൾ ഞാൻ 8ാമത്തെ വാക്യമൊന്ന് വായിക്കാം. 8ാമത്തെ വാക്യം. എട്ടാമത്തെ വാക്യം 4:8. 2 കൊരിന്ത്യർ 4:8. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല. ഞങ്ങൾ സകല വിധത്തിലും, പൗലോസും കൂട്ടുകാരും സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അവരെ നിരാശപ്പെടാത്ത? ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലുള്ളതായിരിക്കാൽ ആ മൺപാത്രം എന്താണെന്ന് നമുക്കറിയാം. ഒരു സൈഡില് ബലഹീനതയാണ്, മറ്റു സൈഡ് സുവിശേഷത്തെ അത്യന്ത ശക്തി കൊണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെടാതിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പറയുന്നത് വി ആർ ഹാർഡ് പ്രസ്ഡ് ഇൻ എവരി സൈഡ് ബട്ട് നോട്ട് ക്രഷ്ഡ്. അപ്പം വി ആർ ഹാർഡ് പ്രസ്ഡ് ഇൻ എവരി സൈഡ് ബട്ട് നോട്ട് ക്രഷ്ഡ്. അപ്പൊ നമുക്കറിയാം, സുവിശേഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് കഷ്ടതകൾ അനവധിയാ, അല്ലേ? മാനുഷികമായ രീതിയിലുള്ള കഷ്ടതകളും യാത്രകളിലൂടെയുള്ള കഷ്ടതകളും, പ്രത്യേകിച്ച് ആദ്യ നൂറ്റാണ്ടിലേക്ക് ദൈവദാസന്മാരൊക്കെ അനേകം കഷ്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാ സുവിശേഷം ഈ ലോകത്ത് പ്രചരിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലും ഒക്കെ വന്ന മിഷണറിമാരൊക്കെ അവര് അനേകം അവര് ജീവിച്ച സാഹചര്യങ്ങളല്ല അവർ ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കാൻ വന്നപ്പോഴേ. എത്രയോ കുടുംബം ഛിന്ന ഭിന്നമായി പോയിട്ടുണ്ട്, മക്കൾ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അവര് സുവിശേഷം പ്രചരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഏതു വിധത്തിലും 4 സൈഡിൽ കൂടെ ഹാർഡ് പ്രസ് ആയാലും ഞങ്ങൾ അവിടെ ക്രഷായി പോകുന്നില്ല, ഞങ്ങൾ ഉടഞ്ഞു പോകുന്നില്ല. കാരണം ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങൾ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു പറയാം. നമുക്ക് ഹാർഡ് പ്രസ് എന്ന് പറഞ്ഞ എന്താ പറയാ, ഒരു പഴം ചാറെടുക്കണമെന്നെങ്കിൽ അത് എത്ര പ്രസ് അതിനെ അങ്ങ് ഞെക്കി പിഴിഞ്ഞെടുത്താൽ മാത്രമേ അതിനെ നല്ല ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാകാനായിട്ട് കഴിയത്തുള്ളൂ. മുഴുവൻ ചാറും പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അതിനെ നല്ലോണം ഹാർഡ് പ്രസ് ചെയ്യണം. അതുപോലെ നമ്മൾ ഓയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഫലമെന്ന് പറയുന്നത്, ആ സീഡ് എന്ന് പറയുന്നത് അതുപോലെ ഹാർഡ് പ്രസ് ആയാൽ മാത്രമേ ആ നല്ല ഒലിവെണ്ണയോ അല്ലെങ്കിൽ നല്ല ഓയിലോ പുറത്തു വരികയുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ അവര് പറയുകയാണ്. ആ ഒരു അർത്ഥമാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും, മലയാളത്തിൽ പറയുന്നത് സകല വിധത്തിലും കഷ്ടം. അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് പറയുന്നത് ഹാർഡ് പ്രസ് ഇൻ എവരി സൈഡ്, എല്ലാ സൈഡിലും ഞങ്ങൾ ഇങ്ങനെ ഞെരുങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ വിത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ സീഡിൽ നിന്ന് ഓയിൽ ഊറ്റി എടുക്കുന്നത് പോലെ ഞങ്ങൾ ഹാർഡ് പ്രസ്ഡ് ആയിരിക്കുകയാണ്. എന്താണ്? സുവിശേഷം നിമിത്തമുള്ള കഷ്ടതകൾ, അല്ലാതെ സ്വന്തം ജീവിതത്തിലെ കഷ്ടങ്ങളല്ല. സുവിശേഷം നിമിത്തമുള്ള കഷ്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, എങ്കിലും ഞങ്ങളെ ക്രഷ്ഡായി തീരുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ അനേകം കഷ്ടങ്ങളിലൂടെ, മരണകരമായ കഷ്ടങ്ങളിലൂടെ കടന്നു പോയി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ പഠിക്കുന്നതിന് ഉപകാരമായിട്ട് 1-2 വാക്യങ്ങൾ മാത്രം വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തി 23-ന്റെ 12-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 23-ന്റെ 12-ാം വാക്യം.
നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തവർ 40-ലധികം പേരായിരുന്നു. അപ്പൊ പൗലോസിന്റെ ചുറ്റും എന്തുവായിരുന്നു? കാരാഗൃഹത്തിൽ കിടക്കുക അല്ലേ? കാരാഗൃഹത്തിൽ കിടന്നാലും അവിടെ നിന്നും എടുത്ത് തന്നെ കൊല്ലുവാനായിട്ട് ആഗ്രഹിച്ച അനേകം ആൾക്കാർ. അപ്പൊ ചുറ്റും ശത്രുക്കളായിരുന്നു പൗലോസ് അപ്പോസ്തലന്. ആ ഒരു അവസ്ഥയിലും തങ്ങള് ക്രഷായി പോയില്ല എന്നാണ് പറയുന്നത്. നമുക്ക് 2 കൊരിന്ത്യർ 1:8 നമ്മൾ വായിച്ചും പഠിച്ച കാര്യങ്ങളൊക്കെ 2 കൊരിന്ത്യർ 1:8. സഹോദരന്മാരെ, ആസയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതി അത്യന്തം ഭാരപ്പെട്ടു. വചനങ്ങളൊക്കെ നമ്മോട് പറയുന്നത് ആ അന്നത്തെ കാലത്തെ ദൈവദാസന്മാരെല്ലാവരും, പൗലോസും കൂടെ ഉള്ളവരും അങ്ങനെയുള്ളവരും മുഴുവൻ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക മിഷണറിമാരുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ക്രിസ്ത്യാനിത്വത്തിനെതിരെയുള്ള എന്ത് പീഡനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് പോലും കണ്ണടച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആ അവസ്ഥയിലും അവർ നിൽക്കാൻ കാരണം ആ അത്യന്ത ശക്തി അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമാണ്. അവർ ഉടയപ്പെട്ടു പോവാൻ അവർ ഉടയപ്പെടുന്നുണ്ടെങ്കിലും അവർ പൊട്ടിപ്പോകുവാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. അവിടെ പറഞ്ഞ ഹാർഡ് പ്രസ്ഡ് യെറ്റ് നോട്ട് ക്രഷ്ഡ്. കഷ്ടം സഹിക്കേണ്ടി വന്നിലും ഇടുങ്ങിപ്പോയില്ല, ഞെരിഞ്ഞു പോയില്ല. കാരണം ഈ അത്യന്ത ശക്തി അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തിയെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയാറുണ്ട്. നമുക്കൊന്ന് വായിക്കാം. തങ്ങളുടെ ബലഹീനതയിൽ, തന്റെ ബലഹീനതയിലും തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി. വായിക്കാം. 2 കൊരിന്ത്യർ 12:7. പൗലോസ് അപ്പോസ്തലന്റെ ചുറ്റും നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാം. പൗലോസ് അപ്പോസ്തലൻ ചുറ്റുമുള്ള ശത്രുക്കളെ അല്ലെ, സ്വന്തം സഹോദരന്മാരോടുള്ള ആപത്തെ, അങ്ങനെ സുവിശേഷ യാത്രയിലെ പ്രശ്നങ്ങളെ, ഇവിടെ പറയുന്ന സാത്താന്റെ ഒരു ദൂതനെ തന്നെ കർത്താവോടെ വെച്ചേക്കുക. അപ്പൊ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാ പൗലോസ് അപ്പോസ്തലൻ ജീവിതത്തിലാ അല്ലെ അനുഭവിച്ച. വായിക്കാം. 2 കൊരിന്ത്യർ 12:7 മുതലുള്ള വാക്യങ്ങൾ. സാത്താന്റെ ദൂതനെ കർത്താവ് നമ്മോട് കൂടെ വെക്കാതിരുന്നതിനായി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ഓക്കെ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിനെ ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ പ്രശംസിക്കും. ഇവിടെ ക്രിസ്തുവിന്റെ ശക്തിയാ എനിക്ക് വലിയത്, എന്റെ കഷ്ടമല്ല എനിക്ക് വലിയത്. എന്റെ കഷ്ടം ചെറുതാണ്, അതിന്മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയിലാണ് ഞാൻ സന്തോഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനു വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്ന് സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഇവിടെ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ? ഉപദ്രവവും ഞെരുക്കവും കയ്യേറ്റും ബുദ്ധിമുട്ടും ഒക്കെ സഹിക്കാൻ ആരാ ഇഷ്ടപ്പെടുന്നത്? നമുക്കൊരു 2 വാക്ക് ആരെങ്കിലും 2 വർത്തമാനം പറയുന്ന കേൾക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടല്ലേ? പക്ഷെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാ, ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അവര് ബലഹീനരാണ് എങ്കിലും ദൈവം അവരെ തകർത്തു പോകുവാനായിട്ട് ഇടയായി തീരുന്നില്ല. 4 സൈഡിലും ഞെരുക്കവും പ്രയാസങ്ങളാണ്, ഹാർഡ് പ്രസ്ഡ് ആണ്. എങ്കിൽ പോലും അത് തകർന്നു പോകാതിരിക്കാൻ കാരണം പകർന്നു വെച്ച സുവിശേഷത്തിന്റെ അത്യന്ത ശക്തി പകർന്നു വച്ച മഹത്വത്തിന്റെ പാത്രത്തിന്റെ മഹത്വമല്ല, ആ പകർന്ന് തന്നവന്റെ മഹത്വം കാരണമാണ് അത് പൊട്ടിപ്പോകാതിരിക്കുന്നത്. ഒന്നുകൂടെ പറയാ, ആ പാത്രത്തിന്റെ മഹത്വം കൊണ്ടല്ല, ആ പകർന്നവന്റെ, ആ അത്യന്ത ശക്തി പകർന്നവന്റെ മഹത്വം കൊണ്ട് മാത്രമാണ് നാം പൊട്ടിപ്പോകാതിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. കാരണം സുവിശേഷ വേലകൾ അനേകം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിലും ഓരോ കഷ്ടങ്ങൾ കൂടുന്നതിനനുസരിച്ച് ദൈവത്തോടുള്ള ആശ്രയവും വിശ്വാസവും കൂടിക്കൊണ്ടേയിരിക്കും. കാരണം നാം ആശ്രയിക്കുന്ന മനുഷ്യനിലല്ല,
സകല ചരാചരത്തെയും ഉണ്ടാക്കിയ ഇല്ലായ്മയിൽ നിന്ന് എല്ലാത്തിനെയും ഉള്ളതിനെ പോലെ ഉണ്ടാക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ ശക്തിയാണ്. നമ്മുടെ ബലഹീനതകളിലാണ്, നമ്മുടെ കഷ്ടങ്ങളിലാണ് ദൈവത്തിന്റെ ശക്തി നമുക്ക് വെളിപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി രണ്ടാമത്തെ ആ പാട്ട് പറഞ്ഞ ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. നോക്കിക്കഴിഞ്ഞാൽ മാനുഷികമായ നിലപാടിലൂടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കഷ്ടത മാത്രമേ ഉള്ളൂ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ. സന്തോഷം എന്ന് പറയാനേ ഇല്ല. എത്രയോ വർഷക്കാലം ക്രിസ്തുവിനു വേണ്ടി കഷ്ടം അനുഭവിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ്, ഇഷ്ടപ്പെട്ടവനാണ് പൗലോസ് അപ്പോസ്തലൻ. എങ്കിലും താൻ നിരാശപ്പെടുന്നില്ല. ഏത് സമയത്തും മരണം മുന്നിൽ കണ്ട അനുഭവങ്ങൾ, കഷ്ടത മുന്നിൽ കണ്ട അനുഭവങ്ങൾ, അപകടത്തിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ, കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട അനുഭവങ്ങൾ, വെള്ളത്തിലൂടെയുള്ള ആപത്ത്, അങ്ങനെയുള്ള അനേകം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ്, എങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. ദൈവം ഞങ്ങളെ നിരാശപ്പെടുത്തുവാൻ അനുവദിച്ചില്ല. രക്ഷ നേടുവാൻ, ഞാൻ എപ്പോഴും പറയുന്ന, നമ്മൾക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയാത്ത ഒരു ഘട്ടങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തി വിടുകയില്ല. ദൈവം നമ്മെ എവിടെയെങ്കിലും ഏത് പാതയിലൂടെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിലും അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. കൂരിൽ താഴ്വരയിലൂടെ കടന്നു പോയാലും ആ കൂരിൽ താഴ്വരയിലും കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മൾ യാക്കോബിന്റെ ഉൽപ്പത്തി പുസ്തകം പറയുമ്പോൾ 43 പുസ്തകം 43 അധ്യായം പറഞ്ഞത്, ഇപ്പോഴോ യാക്കോബെ നീ ഭയപ്പെടേണ്ട, ഇസ്രായേലെ നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. നീ അഗ്നിയിൽ കൂടെ കടന്നുപോയാൽ നീ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നീ വെള്ളത്തോട് കൂടി കടന്നാൽ വെള്ളം നിന്റെ മേലെ കവിയുകയില്ല, കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. അഗ്നിയിൽ കൂടെ നടന്നാലും വെള്ളത്തിൽ കൂടെ നടന്നാലും വലതുകരം പിടിച്ച് കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തെ നാം സേവിക്കുന്നത്, അല്ലെ? അഗ്നിസ്തംഭമായും മേഘത്തൂണായും മരുഭൂമിയിലൂടെ നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവം. മരുഭൂമിയുടെ അവസ്ഥയാണേലും അവിടെ നോർമലായി എയർ കണ്ടീഷനേക്കാളും നല്ലൊരു കാലാവസ്ഥയെ നൽകുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. അപ്പം ആ ബലഹീനമായ നമ്മുടെ ശരീരമാണെങ്കിലും ആ ബലഹീനതയിൽ തികച്ചു വരുന്ന ദൈവത്തിന്റെ ഒരു ശക്തിയുണ്ട്, ഒരു ദൈവത്തിന്റെ ഒരു കൃപയുണ്ട്. ആ കൃപയാലാണ് ദൈവത്തിന്റെ മക്കൾ നടത്തപ്പെടുന്നത്. അതുകൊണ്ട് ഒരിക്കലും തകരാറാനായിട്ട് ഇടയായിട്ടില്ല. പൗലോസിന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടെന്നവരെങ്കിലും നിരാശപ്പെടുന്ന പറഞ്ഞ ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞ മെലീത്ത ദ്വീപില് പൗലോസ് അപ്പോസ്തലനെ റോമയിലേക്കുള്ള അല്ലെ ഇറ്റലിയിലേക്കുള്ള യാത്രയില് താൻ തടവിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടല്ലേ, 14 ദിവസത്തോളം സൂര്യനെ കാണാതിരുന്നൊരു അവസ്ഥ അവർക്കുണ്ടായി. അവസാനം ഒരു മെലിത്ത ദ്വീപിന്റെ ആ കരയിൽ അവർ ചെന്ന് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ആ ദ്വീപുകാർ പൗലോസിനെയും മറ്റവരെയും സ്വീകരിച്ചു. എങ്കിലും അവിടെ അവര് തണുപ്പ് കാരണം തീ കൂട്ടി അവര് വിറക് കൂട്ടി തീ കത്തിച്ചപ്പോൾ ആ വിറക് പൗലോസ് എടുത്തു വെച്ച വിറകിനകത്തൊരു അണലി ഉണ്ടായിരുന്ന പൗലോസിന്റെ കയ്യിൽ അത് തൂങ്ങിന്നാ പറയുന്നത്. അപ്പൊ അവിടെ ഉള്ളവരൊക്കെ പൗലോസിനെ കുറിച്ച് പറഞ്ഞത്, അവനൊരു കൊലപാതകനാണ്, അവൻ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് വന്നെങ്കിലും അവനെ എന്താ പറയുന്നത്, അവൻ കൊള്ളരുതാത്തവനായി തീർന്നത് കൊണ്ടാണ് അവനെ ഇപ്പോൾ അണലി കടിക്കാനായിട്ട് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അവരെല്ലാവരും നോക്കിയിരുന്നു പൗലോസിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാനല്ലേ. പക്ഷെ എന്താ സംഭവിച്ചേ? പൗലോസിന് ഒരു കുഴപ്പവും വന്നില്ല. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നാം നിരാശപ്പെടുകയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ തളർന്നു പോകുവാനോ നിരാശപ്പെടുവാനോ അനുവദിക്കാത്തൊരു ദൈവം. കാരണം നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. എന്നിട്ട് വായിക്കാം, ബുദ്ധിമുട്ടും ഉപദ്രവവും അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ തകർന്നു പോകുന്നില്ല, ഞങ്ങളെ ഹാർഡ് പ്രസ്ഡ് ആകുന്നതിലും ഞങ്ങളത് ക്രഷായി തീരുന്നില്ല, ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഞങ്ങളെ നിരാശപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു കാലത്തും കൈവിടാത്തൊരു ദൈവം. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ ചിലപ്പം ദൈവം കൂടെ ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നി വരും. പക്ഷെ അല്ല, ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരുടെ ജീവിതത്തില് എന്ത് സംഭവിച്ചാലും അതിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥയിലെല്ലാം ദൈവം കൂട്ടാളിയായി നമുക്ക് കൂടെ ഉണ്ടാകും. വലത് കരം പിടിച്ച് നമ്മെ നടത്തുന്ന ഒരു ദൈവം. ഇനി നമുക്ക് 9-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 9-ാമത്തെ വാക്യം, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും, നമുക്കറിയാം ശത്രു എപ്പോഴും പൗലോസിന്റെ ഒരു നിഴലായി കൂടെ ഉണ്ടായിരുന്നല്ലേ. ഏത് സമയത്തും ശത്രു പിറകിലുണ്ടായിരുന്നു. എങ്കിലും ഒരിക്കലും തന്റെ ശത്രുക്കൾക്കായി ദൈവം പൗലോസിനെ ഉപേക്ഷിച്ചില്ല. അതുപോലെ തന്നെ നമ്മളെയും അത് തന്നെയാ.
ശത്രുക്കൾ ഏത് തരത്തിലുണ്ടായാലും ഫിസിക്കലായിട്ടുണ്ടായാലും അല്ലെങ്കിൽ സ്പിരിച്വൽ രീതിയിൽ ഉണ്ടായാൽ തന്നെയും നമ്മളെ ദൈവം ശത്രുവിന് വേണ്ടി ഉപേക്ഷിച്ച് കളയുകയില്ലാത്ത അങ്ങനെ ഒരു ദൈവമാണ് നമുക്കുള്ളത്. അപ്പം വീട് കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല, മുഴുവേറ്റിട്ടുണ്ട്, അത് നശിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. അല്ലെങ്കിൽ സുവിശേഷന്റെ തേജസ്സുള്ള ആ സന്ദേശവുമായി മുമ്പോട്ട് പോകാൻ ദൈവം പൗലോസിനും കൂട്ടുകാർക്കും കൃപ നൽകി. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാ. സുവിശേഷത്തിന്റെ ദീപശിഖയുമായി പോകുന്നവർ എല്ലാവർക്കും കഷ്ടങ്ങളിലൂടെ കടന്നു പോയാലും കഷ്ടങ്ങൾ ഉള്ളവരെയാണ് ദൈവം കൂടുതലായി ഉപയോഗിക്കുന്നത്. കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് സുവിശേഷത്തിന്റെ ശക്തമായി സുവിശേഷത്തിന് വേണ്ടി പോരാടുന്നത്. അതുകൊണ്ടല്ലേ യൂദയുടെ ലേഖനത്തിൽ പറഞ്ഞ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്റെ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ ശക്തിയുള്ള ദൈവം. നമ്മളുടെ ശക്തിയല്ല, ശക്തിയുള്ള ദൈവം. നമ്മൾ ആ ഒരു ഇത് പറയുമ്പോൾ നമ്മൾ ആ യൂദയുടെ ലേഖനം പഠിക്കുമ്പോൾ വീണുപോയ ദൂതന്മാരെ, വീണുപോയ മനുഷ്യരെ, വീണുപോയ എന്താ പറയുന്ന ആ ദേശങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ട് പറയുകയാണ് നമ്മൾക്ക് വീണു പോകാവുന്ന സാഹചര്യം ഒക്കെ ഉണ്ട് അല്ലെ. അത്ര ഒരു ജാതി തന്നെ തകർന്നു പോയ അവസ്ഥയിലെ നമുക്ക് വീണു പോകാൻ അനേകം അവസരങ്ങളുണ്ട്. കാരണം ക്രിസ്തീയ ജീവിതത്തിലാണോ എല്ലാ ജീവിതത്തിലാണെങ്കിലും മുഴുവൻ ഉണ്ട്. പക്ഷെ എങ്കിലും വീഴാതെ വണ്ണം സൂക്ഷിപ്പാൻ ശക്തനായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. നമുക്ക് പൗലോസപ്പോസ്തലൻ പറയുന്നുണ്ട് റോമാലേഖനത്തില്, എന്തു വന്നാലും ഈ ലോകത്തിനോ വരുവാനുള്ള ലോകത്തിലോ എന്താണെങ്കിലും ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിടിപ്പാനായിട്ട് സാധിക്കില്ല എന്ന് റോമാലേഖനം പറയുന്നു. ആ വാക്യം നമുക്കൊന്ന് മുമ്പോട്ട് പോകാം. റോമാലേഖനം 8:35 മുതലുള്ള വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് അല്ലെ. അപ്പം എന്ത് ശത്രു വന്നാലും ശത്രുവിന് വേണ്ടി ഉപേക്ഷിക്കപ്പെടാത്തൊരു ദൈവം ഈ ലോകത്തിനോ വരുവാനുള്ള ലോകത്തിനോ കഷ്ടങ്ങൾക്കോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങളോ എന്തു വന്നെന്ന് പറഞ്ഞാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപെടുത്താനായിട്ട് കഴിയുന്നതല്ല. വായിക്കാം. റോമാലേഖനം 8:35 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വിടാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്ന പൗലോസ് പറയുന്നു. അപ്പൊ നമുക്കും അതിനോട് ചേർന്ന് പറയാം, നമ്മളും ഉറച്ചിരിക്കുന്നു അല്ലെ. ഓരോ ദിവസം നമ്മളും ക്രിസ്തീയ ജീവിതത്തിന്റെ പാതയിലൂടെ പോകുന്നു അല്ലെ. അപ്പം വിശ്വാസ ജീവിതത്തിന്റെ പാതയിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. പ്രശ്നങ്ങളില്ലാത്തവരുണ്ടെങ്കിൽ അവർ വിശ്വാസത്തിലല്ല എന്ന് നമുക്ക് പറയാം. അപ്പം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്കും പൗലോസിനോട് കൂടെ ചേർന്ന് പറയാം, ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവ സ്നേഹത്തിൽ നമ്മെ വേർപിരിപ്പാൻ കഴിയുന്നതല്ല. അപ്പൊ ഇവിടെ മനുഷ്യരാൽ വേട്ടയാടപ്പെട്ടു. സാത്താന്റെ ഒരു ദൂതനെ ഒരു ശൂലമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടാതെ ദൈവത്തിന്റെ അത്യന്ത ശക്തി, ദൈവത്തിന്റെ കൃപ തന്റെ മേൽ വ്യാപരിപ്പിച്ച് ദൈവം നടത്തിയല്ലേ. കർത്താവ് തന്റെ ദാസന്മാരെ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ ഒക്കെ കടത്തിവിടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? തന്റെ കയ്യിൽ മൂർച്ചയുള്ള ഒരു മാനപാത്രമായി തീരും, നല്ലൊരു ആയുധമാക്കി തീർക്കാനാണ് അങ്ങനെ ആക്കി തീർക്കുന്നത്. നമ്മള് കളിമണ്ണിന്റെ ഒക്കെ കാര്യങ്ങളെ മിക്കവാറും ഒക്കെ ഞാൻ പറയാറുള്ളതാണ്. കളിമണ്ണ് എന്ത് വലിയൊരു പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞിട്ടാണ് ആ കുശവന്റെ കയ്യിൽ ഒരു മാനപാത്രമായി തീരുന്നത്. അപ്പൊ കഷ്ടങ്ങളിലൂടെ കടന്നു പോകാതെ ഒരു മനുഷ്യനും ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വമുള്ള ഒരു ദൈവത്തിന് ഒരു കയ്യിൽ ഒരു മാനപാത്രമായി തീരുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് ദൈവം തന്റെ എന്താ പറയുന്ന അത്ഭുതകരമായ ജ്ഞാനത്താൽ തന്റെ മക്കളെ കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടത്തിവിടും. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ദൈവത്തിന്റെ ജ്ഞാനം, അതല്ലേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവത്തിന്റെ ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ അല്ലെ. അപ്പൊ ദൈവം നമ്മളെ കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടത്തിവിടുന്നത് എന്തിനാ? തന്റെ പുത്രനോട് അനുരൂപമായി തീരണം. നമ്മുടെ കുടങ്ങൾ ഉടയപ്പെടണം. നമ്മളിലെ സെൽഫ്, നമ്മളുടെ അസൂയ, പിണക്കം, വേണ്ടാത്ത സാധനങ്ങളെല്ലാം
എല്ലാം മാറ്റിക്കളഞ്ഞ് താഴ്മയോടുകൂടി അനുസരണത്തോടുകൂടെ ഒരു ദൈവത്തിന്റെ കരങ്ങളിൽ മാനപാത്രമായി തീരുവാൻ വേണ്ടി തന്റെ ഞാൻ കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊട്ടെ എന്നോട് പഠിപ്പിച്ച സൗമ്യതയും താഴ്മയും ഒന്നും നമ്മുടെ സൈഡിൽ കൂടെ പോയിട്ട് പോലുമില്ല. ആ സൗമ്യതയും താഴ്മയും ആകുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ എല്ലാം ഈ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ കടന്നു പോകുന്നത്. അപ്പം മൺപാത്രം ഉടയാൻ തക്കവണ്ണം രൂപപ്പെടുത്തുകയും തൽഫലമായി സുവിശേഷ പ്രകാശിക്ക് കൂടുതൽ വ്യക്തമായി വെളിപ്പെടുവാനായിട്ട് കാരണമായി തീരണം. അതുകൊണ്ടാണ് ദൈവം നമ്മെ ഓരോ ഓരോ കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ കടത്തിവിടുന്നത്. അപ്പൊ നമ്മളൊക്കെ ചോദിക്കും, നമുക്കൊക്കെ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? നമ്മുടെ കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതായിരിക്കും. പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. നമുക്കറിയാം, അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. എന്തിനാ അവിടെ എഴുതി വെച്ചേക്കുന്നേ? അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് എന്തെന്നാൽ, അല്ലേ? എന്തിനാ അബ്രഹാമിനെ പരീക്ഷിച്ചത്? തന്റെ ഏകജാതനായ പുത്രനായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ. വേറെ ഒരു പുത്രൻ അവിടെ ഉണ്ടായിരുന്നു, ഇസ്മായിലിനെ യാഗം കഴിച്ചാൽ പോരായിരുന്നല്ലോ. പൗലോസിനോട് പ്രത്യേകിച്ച് ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ യാഗം കഴിക്കാൻ കൊണ്ടുപോയ സമയത്ത് ഏകദേശം 16, 25 ഒക്കെ ഇടയ്ക്ക് പ്രായമുള്ള ഒരു ആയിരുന്നു. പക്ഷെ അപ്പൻ പറഞ്ഞതനുസരിച്ച് അപ്പൻ ആ യാഗപീഠത്തിൽ കിടത്തിയപ്പം എന്താ പറയുന്നത്, ഇസ്ഹാക്ക് അവിടെ കിടന്നു യാഗം കഴിക്കാനായിട്ട് ഒരുങ്ങി. പക്ഷെ അബ്രഹാമിന്റെ മനസ്സ് നമുക്കറിയില്ല എങ്ങനെയായിരുന്നു. എന്താ പറയുക, ഭയങ്കര ഹാർഡ് പ്രസ്ഡ് ആയിട്ടുള്ളൊരു സമയമായിരുന്നായിരിക്കാം, അല്ലെ? അങ്ങനെയുള്ള അവസരത്തിൽ എന്തിനാ അങ്ങനെ? പക്ഷെ അബ്രഹാമിനേക്കാൾ അധികമായി അവിടെ അബ്രഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ പ്രയോജനപ്പെട്ടത് ആർക്കാ? ഇസ്ഹാക്കിനാണ്. കരുതുന്ന ഒരു ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് ഇസ്ഹാക്കിന് കാരണമായി തീർന്നു. അങ്ങനെയുള്ള അവസരമായിരുന്നില്ല എങ്കിൽ ഒരിക്കലും കരുതുന്ന ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. നമ്മൾ പിന്നെ യാക്കോബിന്റെ ഉൽപ്പത്തി പുസ്തകം അവസാന അധ്യായങ്ങളോടൊക്കെ പറയുമ്പോൾ നമ്മൾ യാക്കോബൊക്കെ പറയുന്നുണ്ട്, ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവം എന്നൊക്കെ പറയുന്നെങ്കിൽ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇസ്ഹാക്കിന്റെ ഭയമായവൻ എന്നാ പറയുന്നല്ലേ. ദൈവത്തെ സ്നേഹിക്കാൻ തക്കോണം, ദൈവത്തെ ഭയപ്പെടുവാൻ തക്കോണം ആ സ്നേഹം ഇസ്ഹാക്കിനോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ കാണുകയാണ് ഇസ്ഹാക്കിന്റെ ജീവിതം ഏറ്റവും സമാധാനകരമായ ഒരു ജീവിതമായിരുന്നു. ആരോടും വഴക്കിനും വല്ലിനും ഒന്നും പോകാതെ ദൈവം പറഞ്ഞതുപോലെ തന്നെ ഈവൻ അവിടെ ക്ഷാമം നേരിട്ടപ്പോൾ പോലും ഇസ്രായേലിലേക്ക് പോകാതെ ദൈവം പറഞ്ഞതനുസരിച്ച് അവിടെ നിൽക്കാനായിട്ട് ഇസ്ഹാക്കിന് ഇടയായി തീരാൻ കാരണമുണ്ട്. കരുതുന്ന ഒരു ദൈവത്തെ, താൻ യാഗമാകാനായിട്ട് കിടന്നപ്പോഴും തന്നെ യാഗമാക്കി തീർക്കാൻ തനിക്ക് പകരമായി ഒരു ആട്ടിൻകുട്ടിയെ കരുതിയ ഒരു ദൈവത്തെയാണ് അവിടെ ഇസ്ഹാക്കിന് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ആ ഒരു ക്ഷാമത്തിന്റെ അനുഭവത്തിലും തന്നെ പട്ടിണി കിടന്ന ഒരു ദൈവമല്ല, കരുതുന്ന യഹോവ ഇരേ എന്ന് പറയുന്ന ആ ഒരു ദൈവത്തെ കാണുവാനായിട്ട് ഇസ്ഹാക്കിന് കാരണമായി തീർന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, 4 ഇസ്രായേൽ ബാലന്മാരുടെ ചരിത്രത്തില് അവിടെ ബാബിലോണിയയില് അവരെ നെബൂഖദ്നേസർ ഉയർത്തിയ ബിംബത്തെ നമസ്കരിക്കാതെ ഇരുന്നപ്പോൾ അവരെ തീരെ ഇരുട്ടിലേക്ക് അനുഭവം ഉണ്ടായല്ലേ. അപ്പം പറഞ്ഞു, ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ഒരു ദൈവമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കുകയില്ല. ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ തീയിൽ കൂടി നശിച്ചു പോയെന്ന് പറഞ്ഞാലും ഈ ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെന്ന് പറഞ്ഞാലും ഞങ്ങള് ആ നെബൂഖദ്നേസർ ഉയർത്തിയ ബിംബത്തെ ആരാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ അവരൊരു തീരുമാനമെടുത്ത് തീയിൽ പോയത് കൊണ്ടാണ് 4ാമതിനായ ഒരു ദൈവപുത്രനെ അവർക്ക് കൂടെ കാണുവാനും, അതുപോലെ തന്നെ അവരെ വിട്ട ശത്രുവിരല്ലെന്നുണ്ടെങ്കിൽ ആ നെബൂഖദ്നേസർ രാജാവ് തന്നെ കാണുവാനായിട്ട് ഇടയായി തീർന്നു, അല്ലെ? ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്ന ദൈവം. അവർക്കൊരു പ്രാവശ്യം പറഞ്ഞാൽ മതിയായിരുന്നു ആ ബിംബത്തെ നമസ്കരിക്കാൻ വേണ്ടി. പക്ഷെ അവർ ആ തീയുടെ അനുഭവത്തിലേക്ക്, അവിടെ പറയുന്നത് ആ സാധാരണയെക്കാളും തീ 7 മടങ്ങ് വർദ്ധിപ്പിച്ചെന്നാ പറയുന്നല്ലേ. സാധാരണ ഒരു തീയുടെ സൈഡിൽ കൂടെ പോകുന്ന ആ മനുഷ്യർക്ക് എത്ര ചൂടാ അനുഭവപ്പെടുന്ന പിന്നെ പറയുന്നുണ്ട്, അവരെ കൊണ്ടുപോയി അവരുടെ പൊടി പോലും കണ്ടില്ലെന്നാ പറയുന്നല്ലേ. അങ്ങനെയുള്ള തീക്കകത്ത് അവര് പോകാൻ കാരണം ദൈവത്തിൽ വിശ്വാസം. അതുകൊണ്ടാണ് നമ്മൾക്ക് വായിക്കുമ്പോൾ എളുപ്പമാണ്, നമ്മൾ പറയുകയും ചെയ്യും, പാട്ട് പാടുകയും ചെയ്യും, 4ാമനായി കൂടെ ഇരിക്കുന്ന ദൈവം. പക്ഷെ അവർ ആ അഗ്നിശോധനയിലൂടെ കടന്നു പോയത് കൊണ്ടാണ് നമുക്കും ഇപ്പോൾ പറയാൻ കഴിയുന്നത്, നമ്മുടെ അഗ്നിശോധനയുടെ നടുവിലും 4ാമതിനായ ഒരു ദൈവപുത്രൻ ഇറങ്ങി വരുമെന്ന്. അതുകൊണ്ട് അവരുടെ ശത്രുക്കൾക്കും കാണുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 4ന്റെ 10ാമത്തെ വാക്യം, ഞങ്ങളെ മുട്ടുമുട്ടുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല എന്ന് പറയുന്നു. ഇനി 4ന്റെ 10 നമുക്ക് വായിക്കാം. 4ന്റെ 10,
യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ഞങ്ങൾ എപ്പോഴും ശരീരത്തിൽ വഹിക്കുന്നു. അപ്പം യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ആ POC ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാം. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു എന്ന് പറയുന്നു. അപ്പം എന്തിനാണ് യേശുവിന്റെ മരണം തങ്ങളുടെ ശരീരത്ത് അവർ വഹിക്കുന്നതിന് കാരണമുണ്ട്. തങ്ങളുടെ മരണത്തെക്കാളും പ്രധാനപ്പെട്ടതാണ് യേശുവിന്റെ ജീവൻ എന്നവർക്ക് മനസ്സിലായി. അപ്പൊ അവര് യേശുവിന്റെ മരണം തങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നതിനാൽ യേശുവിന്റെ ജീവൻ അവരിൽ വെളിപ്പെടാനായിട്ട് കാരണമായി തീരും. പോളിന്റെയും ശുശ്രൂഷന്മാരുടെയൊക്കെ എല്ലാം ആഗ്രഹം അവരുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. നമുക്ക് ഗലാത്യ ലേഖനം 2:20 വാക്യം, ഗലാത്യ ലേഖനം 2:20 വാക്യം അറിയാവുന്ന വാക്യമാ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അത്രേ ജീവിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അല്ലെ. കർത്താവ് തന്നെ അത് എന്താ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, എപ്പോഴും ക്രൂശിക്കപ്പെട്ട അവസ്ഥയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു തടിക്കുരിശിനെയൊക്കെ ഇപ്പൊ ക്രൂശ് എന്ന് പറയുന്നു. അന്നത്തെ കാലത്ത് ക്രൂശ് എടുത്ത് പോകുന്നത് ആ ക്രൂശിൽ ക്രൂശിൽ തൂങ്ങപ്പെടുവാൻ പോകുന്നവരാണ് കുരിശു എടുത്തുകൊണ്ട് നടക്കുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് കുരിശെടുത്ത് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മരണം കൊണ്ട് യാത്ര ചെയ്യുക എന്നാ പറയുന്നത്. അവരെ ക്രൂശെടുത്ത് അവിടെ അങ്ങേയറ്റത്ത് ചെല്ലുമ്പോൾ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ആ കുരിശിൽ തന്നെ അവരെ ക്രൂശിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് അവരെ ക്രൂശെടുത്തുകൊണ്ട് പോകാൻ തന്റെ മരണം എടുത്തുകൊണ്ട് അനുഗമിക്കാനാണ് പറഞ്ഞത്. അപ്പം കർത്താവ് പറയുന്നത്, എന്റെ ശിഷ്യരാകണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രൂശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ മരണം ചുമന്നുകൊണ്ട് നാം എപ്പോഴും യാത്രയാകണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദൈവ പൈതലിന്റെ ജീവിതം, അല്ലെങ്കിൽ ദൈവീയ ശുശ്രൂഷയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മരണം വഹിച്ചുകൊണ്ടുള്ള ജീവിതമാണ് എന്നുമല്ലേ. ഇവിടെ പറയുന്നു, യേശുവിന്റെ മരണം എപ്പോഴും ശരീരത്തിൽ വഹിക്കുന്നു. ഇപ്പൊ നിരന്തരമായി മരിക്കുന്ന ഒരവസ്ഥയാണ് അല്ലെ. നിരന്തരമായ പീഡനം, പൗലോസിന്റെ ജീവിതം നമ്മൾ കുറച്ചു മുമ്പ് എപ്പോഴും പറയുന്നു അല്ലെ. നിരന്തരമായ പീഡനങ്ങൾക്കും ആക്രമണങ്ങൾക്കും എല്ലാം ഇടയായി തീർന്നൊരു ജീവിതമാണ്. നിരന്തരം ഒരു ദിവസം പോലും കഷ്ടം അനുഭവിക്കാതെ തടവറയിലായിരുന്നിട്ട് കൊല്ലുവാൻ ആൾക്കാർ പ്ലാൻ ചെയ്ത ഒരവസ്ഥ അല്ലെ. അങ്ങനെ ഒരവസ്ഥയിൽ അവര് കടന്നു പോയത്. അപ്പൊ യേശുവിന്റെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നത് യേശുവിന്റെ ജീവൻ തന്നിൽ വെളിപ്പെടേണ്ടതാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ലോകത്തെ ജയിച്ച ഒരുവനായ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞു. നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 15:18 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ നമുക്ക് വരം നൽകിയിരിക്കുകയാണ് ചെയ്യുന്നത്. പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ പറഞ്ഞു, നമുക്ക് പിന്തുടരുവാൻ അവര് നല്ലൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ മാതൃക എന്തുവാ? താൻ അനുഭവിച്ച കഷ്ടങ്ങളിലൂടെ തന്നെ നാം കടന്നു പോകണം എന്നുള്ള ഒരു മാതൃക കർത്താവ് വെച്ചിട്ട് പോയിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 15:18 മുതലുള്ള വാക്യങ്ങൾ. ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഒരിക്കൽ നാം ലോകക്കാരായിരുന്നു, ഇപ്പോൾ നാം ലോകക്കാരല്ല, അതുകൊണ്ട് ലോകക്കാർ നമ്മെ സ്നേഹിക്കുന്നില്ല. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കു ഓർപ്പിൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എന്റെ വചനം പ്രമാണിച്ച് എങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. എങ്കിലും എന്നെ അയച്ചവനെ അവർ കൊണ്ട് എന്റെ നാമം നിമിത്തം ഇതൊക്കെ. അപ്പൊ എന്താണ് ലോകം ദൈവത്തിന്റെ മക്കളെ ഉപദ്രവിക്കാൻ പിതാവിനെ അറിയാത്തതുകൊണ്ട്, അറിയാത്തത്, അവർക്ക് വെളിച്ചം വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് അവർ ഉപദ്രവിക്കുന്നത് അല്ലെ. അപ്പം കർത്താവും ഈ ലോകത്തിലായിരുന്നപ്പോ അനേകം ദുഃഖങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെ കടന്നു പോയി.
തന്റെ സ്വന്തം സഹോദരന്മാർ പോലും തന്നെ നിന്ദിച്ച അവസ്ഥകളിലൂടെ കടന്നുപോയി. അങ്ങനെയുള്ള ഒരു നല്ല നാഥന്റെ മാതൃകയാണ് പിൻപറ്റാനായിട്ട് നമുക്ക് ലേഖനത്തിലൂടെ പത്രോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നത്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവർക്ക് മാത്രമേ ഫലം കായ്ക്കാനായിട്ട് കഴിയുകയുള്ളൂ. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചാൽ മാത്രമേ ഫലം ഉണ്ടാകുവാനായിട്ട് കഴിയുന്നുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക ലേഖനം എഴുതിയപ്പോൾ അവരോട് പറഞ്ഞു, 1 തെസ്സലോനിക്ക 3:3-4 നിങ്ങൾ അനേകം കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതാകുന്നു എന്ന് പറയുന്നുണ്ട്. കർത്താവ് തന്നെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ച സമയത്ത് അവരോട് പറഞ്ഞിട്ടാ അല്ലെ, പൗലോസിനെ വിളിച്ച സമയത്ത് പറഞ്ഞ അനേകം കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന പറഞ്ഞ. ഇന്നത്തെ കാലത്ത് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു പറഞ്ഞാൽ ആരും ദൈവത്തെ അനുഗമിക്കാനായിട്ട് ഉണ്ടായിരിക്കില്ല. വായിക്കാം 1 തെസ്സലോനിക്കർ 3:3-4 വാക്യങ്ങൾ. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. അവണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. ഇത് നിമിത്തം എനിക്കും ഇനി ബാക്കി വായിക്കുന്നില്ല. അപ്പം കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആ ക്രിസ്തുവിന്റെ എന്താ പറഞ്ഞ ക്രിസ്തുവിന്റെ മരണത്തോട് അനുഭവപ്പെടണമെന്നാ തന്റെ ആഗ്രഹം. ആ ക്രിസ്തുവിനോട് മരണത്തോട് അനുഭവപ്പെടുന്ന എന്നും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായി തീർന്നാലേ എന്തുകൊണ്ട് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയുവാൻ കഴിയത്തുള്ളൂ എന്ന് ഫിലിപ്പിയ ലേഖനം പറയുന്നു. ഫിലിപ്പിയ ലേഖനം 3:10-11 ഉള്ള വാക്യങ്ങൾ നമുക്കറിയാവുന്ന വാക്യങ്ങളാ. എല്ലാം നമുക്കറിയാവുന്ന വാക്യങ്ങളാ, വായിച്ചു വിടുന്നതേ ഉള്ളൂ. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് മരണത്തോട് അനുരൂപപ്പെടുക അല്ലെ. ജീവത്തോട് അനുരൂപപ്പെടാൻ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും അനുരൂപപ്പെടും. മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ചു ചവറുന്നു. അപ്പൊ ആ ഒരു അത്യന്ത ശക്തി, നൊടിനേരത്തേക്കുള്ള ഈ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ ആ ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി മുന്നിൽ കണ്ടതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ വെറും ആ ഒരു ലഘുവാണെന്ന് എണ്ണുവാനായിട്ട് കാരണമായി തീരുന്നത്. നമ്മൾ പറയാം, ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ഗലാത്യ ലേഖനത്തിൽ പറയുന്ന 6:17 പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ എടുക്കണ്ട. ഗലാത്യ ലേഖനം 6:17 ക്രിസ്തുവിന്റെ ചൂടടയാളം ശരീരത്തിൽ വഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രത്തോളം കഷ്ടങ്ങളിലൂടെ കടന്നു പോയിട്ടും കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കഷ്ടങ്ങൾ സഹിക്കാൻ ആർക്കും ഇഷ്ടമില്ല. പൗലോസ് അപ്പോസ്തലൻ പറയാൻ, ഞാൻ കഷ്ടങ്ങളിലും സന്തോഷിക്കുന്നു. നമുക്കറിയാം ഫിലിപ്പിയിലെ കാരാഗൃഹത്തിൽ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുന്നത് റോമയിലെ കാരാഗൃഹത്തിൽ ഇരുന്നു കൊണ്ടാണ് എഴുതുന്നത് അല്ലെ. അപ്പൊ അവിടെ എഴുതുക, എപ്പോഴും സന്തോഷിപ്പീൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, ഇതല്ലോ ക്രിസ്തുയേശു നിങ്ങളെ കുറിച്ചുള്ള ദൈവേഷ്ടം. കാരാഗൃഹത്തിൽ ചങ്ങലയാൽ 4 പടയാളികളാൽ ചുറ്റും കെട്ടപ്പെട്ടവനായി അവിടെ കിടന്നപ്പോൾ പൗലോസ് പറയും, എപ്പോഴും സന്തോഷിപ്പീൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. തന്റെ മുമ്പിൽ സന്തോഷിപ്പാൻ ഒരു കാരണവുമില്ല, എന്നിട്ടും പറയും എപ്പോഴും സന്തോഷിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യും, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവേഷ്ടമെന്ന് പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കൊലോസിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. കൊലോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, എന്റെ കഷ്ടാനുഭവങ്ങൾ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. വായിക്കാം, കൊലോസർ 1:24 വാക്യം, 1:24 ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ കുറവായുള്ളത് എന്റെ ഇടത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. അപ്പൊ കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിക്കുന്ന ഒരു അനുഭവം ക്രിസ്തു ശിഷ്യന്റെ മുദ്രയാണ്. അതെ, കഷ്ടങ്ങൾ ചൂടടയാളം ശരീരത്തിൽ വഹിക്കുന്ന പൗലോസിന്റെ മുഖമുദ്രയാണ് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ സന്തോഷിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക എന്നുള്ളത് അല്ലെ. അപ്പൊ എന്തിനാണ് താൻ ഇതെല്ലാം കഷ്ടങ്ങൾ അനുഭവിച്ച എന്ന് പറഞ്ഞ കഷ്ടങ്ങളെല്ലാം എന്ന് പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയുന്ന ഒരു ആൻസർ എന്താ? അവന്റെ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കണമെങ്കിൽ അവന്റെ മരണത്തോടും ഏകീഭവിച്ചാൽ മാത്രമേ അവന്റെ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്ക് വാക്യം വായിക്കാം. ഞാൻ വെറുതെ പറഞ്ഞു വിടുന്നതല്ല, ഇതെല്ലാം വചനത്തിൽ തെളിവുള്ളതാ. റോമർ 6:5 റോമർ 6:5 അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സദൃശ്യത്തോടും ഏകീഭവിക്കും. കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കണമെങ്കിൽ
അവന്റെ മരണത്തോടും ഏകീഭവിക്കണം. എന്ന് വെച്ചാൽ ഓരോ ദിവസവും നമ്മുടെ മരണം എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയായി തീർന്ന, നമ്മുടെ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്ന അവസ്ഥയായി തീർന്നാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിനോട് സദൃശ്യരായി തീരുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ പുനരുത്ഥാനത്തിന് ഈ കഷ്ടങ്ങളിലൂടെ ഒക്കെ തന്റെ ക്രൂശ് ചുമന്നുകൊണ്ട് താൻ പോയ അവസരങ്ങളിലൊക്കെ കഷ്ടതകളിലും ബുദ്ധിമുട്ടുകളും എന്ന് പറഞ്ഞ ഹാർട്ട് പ്രസ്ഡായി പോയ അനുഭവത്തിലും ആകാതിരിക്കാൻ കാരണമുണ്ട്. പൗലോസ് നമ്മൾ മുമ്പ് വായിച്ച വാക്യമാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനത തികഞ്ഞു വരുന്നു. ഏത് കഷ്ടങ്ങളുടെയും ഏത് ബലഹീനതകളുടെയും നടുകൾ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തിയെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയെ അനുഭവിപ്പാൻ പൗലോസിന് ഇടയായി തീർന്നത് കൊണ്ടാണ് ഈ തുടർന്നുള്ള കഷ്ടങ്ങളിലും താൻ അതിൽ കൃപ തന്റെ മേൽ വീഴുമെന്നുള്ള ഒരു അനുഭവം തനിക്ക് ഉണ്ടായതുകൊണ്ട്, ഒരു പ്രത്യാശ തനിക്കുള്ളത് കൊണ്ടാണ് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ താൻ സന്തോഷിച്ച് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം എന്റെ ബലഹീനതകളും എന്നെ നിലനിർത്തുന്ന ദൈവത്തിന്റെ ഒരു അത്യന്ത ശക്തിയുണ്ട്, അല്ലെങ്കിൽ കൃപയുണ്ട്. അതുകൊണ്ട് മാത്രമാ പൗലോസിന് ദൈവകൃപയെ പറ്റി പറയാൻ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെ? എന്നോടുകൂടിയുള്ള ദൈവത്തിന്റെ കൃപ എത്രയാകുന്നു എന്ന് പറഞ്ഞ എന്നോടുകൂടിയുള്ള എന്റെ ദൈവത്തിന്റെ കൃപ വ്യക്തമാകാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന കൃത്യലേഖനത്തിലൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് നമുക്ക് അറിയാം. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവമക്കൾ എത്ര ബലഹീനരായി തീർന്നാലും, എത്ര ഉടഞ്ഞു പോകാവുന്ന അവസ്ഥയിലായി തീർന്നാലും ദൈവത്തിന്റെ കൃപ നമ്മളിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകുന്നില്ല. അപ്പൊ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ നിലനിൽക്കേണ്ടതിന് വേണ്ടിയാണ്. ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതാണ്. ക്രിസ്തുവിന്റെ ആ കൃപ നമ്മൾ വെളിപ്പെടേണ്ടതിനായി തീരുന്നത്. അപ്പം കൊരിന്ത്യ സഭയിലെ ചിലരെ പൗലോസിനോട് പറഞ്ഞു, പൗലോസ് ക്രിസ്തുവിൽ സംസാരിക്കുന്നു എന്നുള്ളതിന് തുമ്പൊക്കെ അന്വേഷിക്കുന്നവരൊക്കെ ഉണ്ട്. അവരുടെ ഇടയിൽ അവരൊക്കെ നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയും, ഞാൻ അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടെങ്കിൽ മാത്രമേ അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് എനിക്ക് അനുഭവപ്പെടുവാനായിട്ട് കഴിയത്തുള്ളൂ. ക്രിസ്തുവിന്റെ ജീവൻ എന്നിൽ വെളിപ്പെടണമെങ്കിൽ ഞാൻ അവന്റെ അവന്റെ മരണം എന്റെ ശരീരത്തിൽ വഹിച്ചാൽ മാത്രമേ അവന്റെ ജീവൻ എന്നിൽ വെളിപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം എപ്പോഴും വായിക്കുന്നു. ചുമന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഒരു സ്വർഗീയ പൗരന്റെ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തു അവിടെ നമ്മൾ 8ാമത്തെ വാക്യം പഠിച്ചത്, ഞങ്ങൾ സകല വിധത്തിലെയും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. എങ്കിലും ഞങ്ങൾ നിരാശപ്പെടാതിരിക്കാൻ എല്ലാം കാരണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങൾ വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ ക്രിസ്തുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചാൽ മാത്രമേ ക്രിസ്തുവിന്റെ ജീവൻ ശരീരത്തിൽ വെളിപ്പെടുകയുള്ളൂ. അപ്പം പോളിന്റെ ജീവിതത്തിലെ കഷ്ടങ്ങളുടെയും എല്ലാത്തിന്റെയും നടുവ് ദൈവത്തിന്റെ അത്യന്ത ശക്തിയെ തനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. നമുക്ക് 11ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 11ാമത്തെ വാക്യം, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കണം. അത് വായിക്കാം. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുക. മരണം ജീവൻ വെളിപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയാം, ഞങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെന്നാ പറയുന്നത്, അല്ലെ? ആ വാക്യം നോക്കി ഒന്നുകൂടെ വായിക്കാം. ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പം ആ മർത്യ ശരീരത്തിൽ യേശുവിന്റെ മരണം തന്റെ ശരീരത്തിൽ വഹിക്കുന്നത് യേശുവിന്റെ ആ ജീവൻ തന്റെ ശരീരത്തിൽ വെളിപ്പെടുന്നതിന് വേണ്ടിയാണ്, അല്ലെ? അപ്പൊ നമുക്കറിയാം, നമ്മുടെ മർത്യ ശരീരത്തില് നമ്മുടെ അസ്തിത്വത്തിന്റെയൊക്കെയും ഒരു ഒരു തത്വം എന്താണെന്ന് വെച്ചാൽ, ഒരു മരണത്തിൽ നിന്ന് മാത്രമേ ഒരു ജീവൻ ഉണ്ടാകുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്ക് ഉദാഹരണം പ്രകൃതിയിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന മത്സ്യമാണേലും മാംസമാണേലും അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ ആണെങ്കിലും ഒരു മത്സ്യമോ അല്ലെങ്കിൽ ഒരു മൃഗമോ മരണപ്പെട്ട് കഴിഞ്ഞ് അതിന്റെ ആഹാരം, അതിന്റെ ആ മാംസവും മത്സ്യത്തിന്റെ ആഹാരവും ഒക്കെ ആ ഒരു ശരീരമൊക്കെ നമ്മൾ ഭക്ഷിക്കുന്നതല്ലേ. അത് ഭക്ഷിക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നേ?
നമുക്ക് ശക്തി ലഭിക്കുന്നു, നമുക്ക് ഓരോ ദിവസം ജീവിക്കുന്നതിന് ആവശ്യം ആരോഗ്യം ലഭിക്കുന്നു. അതുപോലെ തന്നെ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്ന ഒരു അനുഭവമാക്കി തീരണം. ആ മരിക്കാതെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുകയില്ല. നമുക്കറിയാം ആദ്യകാല ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലൊക്കെ രക്തസാക്ഷികൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ രക്തമാണ് സുവിശേഷ വിത്തായി തീർന്നിട്ടുള്ളത്. ആ രക്തസാക്ഷികളുടെ അല്ലെങ്കിൽ അവരുടെ ജീവിതമാണ് സുവിശേഷന്റെ വിത്തായി തീർന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ക്രിസ്തീയ മാർഗം എത്രത്തോളം പീഡിപ്പിക്കപ്പെടുന്നു അത്രത്തോളം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അത്രത്തോളം പരന്നുകൊണ്ടേയിരിക്കും. എവിടെ പീഡനം കൂടുതൽ വരുന്നു അവിടെ ക്രിസ്തീയ സുവിശേഷം അല്ലെങ്കിൽ അവിടെ ക്രിസ്തീയ രാജ്യം വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ പോളിന്റെ ജീവിതത്തിലെ കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിച്ചത് കൊണ്ട് മാത്രമാണ് പോളിലൂടെ ദൈവത്തിന് അനേക സഭകളെ ദൈവത്തിന് വേണ്ടി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞുള്ള കൊരിന്ത്യരിലൊക്കെ ആണെങ്കിലും കഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് കൊരിന്ത്യയിൽ ഒരു ദൈവസഭയെ രൂപാന്തരപ്പെടുത്തുക അല്ലെ രൂപീകരിക്കാൻ പൗലോസിന് അപ്പോസ്തലന് കഴിഞ്ഞ തന്റെ കഷ്ടങ്ങളിലൂടെ കടന്ന തന്റെ ജീവിതയാത്ര മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന കടലിലെ ആപത്തെ കടലിലെ ആപത്തെ കാട്ടിലെ ആപത്തെ എന്നൊക്കെ പറയുന്നുണ്ട്. സഹോദരന്മാരുടെ ആപത്തെ, വഴിയിലെ ആപത്തെ, അങ്ങനെയൊക്കെ അനേകം ആപത്തുകളിലൂടെ കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടാണ് ക്രിസ്തുവിന് വേണ്ടി അനേകരെ നേടുവാൻ പൗലോസ് അപ്പോസ്തലൻ ഇടയായി തീർന്നത്. കഷ്ടങ്ങൾ അനുഭവിച്ച ക്രിസ്തുവിന്റെ മരണം അനുഭവിച്ചത് കൊണ്ടാണ് അത് അനേകരത് ജീവനായി തീരുവാനായിട്ട് കഴിഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ സത്യം ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചാൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. കാരണം ഒരു മനുഷ്യൻ കഷ്ടം അനുഭവിച്ച് സുവിശേഷം ഒരു സ്ഥലത്ത് എത്തിച്ചാൽ മാത്രമേ അവിടെയുള്ള ആൾക്കാർ ഒരു ജീവനിലേക്ക് വരാൻ കഴിയുകയുള്ളൂ, അല്ലെ? നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ കഷ്ടതയൊക്കെ മാറുമെന്നാണ് എല്ലാവരും മിക്കവാറും 90% പൊളിറ്റികളിലെല്ലാം നമുക്ക് കേൾക്കുന്ന ഒരു കാര്യം. പക്ഷെ അത് ശരിയല്ല. ഈ കർത്താവ് തന്നെ പറഞ്ഞു, ഈ ലോകത്തിലായിരുന്നപ്പോ എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവർ എന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. ക്രൂശ് എടുത്താൽ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിന് മഹത്വം വരുവാനായിട്ട് കാരണമുള്ളൂ. നമ്മുടെ ക്രൂശിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രയോജനം വരുവാൻ കഴിയുന്നതാണ്. അപ്പം വചനം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ മരണം നമ്മുടെ ശരീരത്തിൽ ഏറ്റാൽ മാത്രമേ ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ വെളിപ്പെടുവാനായിട്ട് കാരണമായി തരുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം നമ്മൾ വായിച്ച വാക്യം തന്നെയാണ്. റോമാലേഖനം 8:36 പറയുന്നു, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊന്നുകൊണ്ടിരിക്കുക, അല്ലെ? കൊല്ലുന്നു, അറുപ്പാളുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം ക്രിസ്തു ഓരോ ദിവസവും കൊല്ലുന്ന അവസ്ഥയിലൂടെ, മരണത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടാണ് പൗലോസ് അപ്പോസ്തലന് പറയാനായിട്ട് കഴിഞ്ഞത്, ഈ ലോകത്തിനോ വരുവാനുള്ളതിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താനായിട്ട് കഴിയത്തില്ല. കേവലം ഒരു വിശ്വാസിയായി ജീവിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന ആർക്കും നമുക്ക് വായിച്ചു പറയാം. പക്ഷെ അനുഭവമാക്കി പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഷ്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു കൂടുതൽ താഴ്വ് കൂടെ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവത്തെ അറിയണമെങ്കിൽ ഉള്ളിൽ കൂടെ കടന്നു പോകണം. അല്ലെങ്കിൽ നമുക്ക് വായിച്ചു പറയാം. വചനം ഇങ്ങനെ പറയുന്നു, ദാവീദ് ഇങ്ങനെ പറഞ്ഞു, കൂടുതൽ താഴ്വരയിൽ കൂടി കടന്നു പോയാലും ഞാൻ എന്നോട് കൂടെ ഇരിക്കുമെന്ന് ദൈവത്തെ കുറിച്ച് പറഞ്ഞു എന്ന് പറയാനായിട്ടേ കഴിയത്തുള്ളൂ. പക്ഷെ നമ്മളും പറയണമെന്നെങ്കിൽ നമ്മൾ കൂടുതലിന്റെ അവസ്ഥയിലൂടെ കടന്നു പോയാൽ മാത്രമേ, കൂടുതൽ താഴ്വരയിൽ കടന്നു പോയാലും എന്റെ കൂടെ കൈപിടിച്ച് നടത്തുന്ന ദൈവമുണ്ടെന്ന് പറയുവാനായിട്ട് ഹൃദയം നിറഞ്ഞവർക്ക് സമീപസ്ഥനായി മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവം. ഹൃദയം നുറുങ്ങിയാലേ സമീപസ്ഥനായ ദൈവത്തെ കാണുവാൻ കഴിയത്തുള്ളൂ. മനസ്സ് നുറുങ്ങിയാലേ സമീപസ്ഥനായ ദൈവത്തെ കാണുകയുള്ളൂ. ചതഞ്ഞ ഓടെ ഉടയ്ക്കാത്തൻ, പുകയും തിരികെ കെടുത്താത്തൻ, തകർന്നതിനെയൊക്കെയും കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അപ്പൊ ആ തകർച്ചയിലൂടെയൊക്കെ കടന്നു വെച്ച് ചതഞ്ഞ ഓട ആയിരിക്കണം. ഓടയാൽ മാത്രമേ അതിനെ തകർത്ത് കളയാത്ത ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സെൽഫെല്ലാം മാറ്റി കളഞ്ഞിട്ട് നമ്മുടെ മൺകുട മുടയപ്പെടുമ്പോൾ ദൈവത്തിന്റെ പ്രകാശം നമ്മളിലേക്ക് വ്യാപരിക്കാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളവനോ വരുവാനുള്ളവനോ ഒന്നിനും ദൈവത്തിന്റെ സ്നേഹത്തിൽ നമുക്ക് വേർപിടിപ്പാനായിട്ട് കഴിയത്തില്ല. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചത് എന്തുകൊണ്ട് കടത്താൻ തന്റെ മരണമെന്നാണ് പറയുന്നത്. തന്റെ മരണം ഏറ്റുകൊണ്ടാണ് താൻ ജീവിക്കുന്നതെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് തന്റെ മരണം താൻ ഏറ്റുകൊണ്ട് ജീവിക്കുന്നത്? ക്രിസ്തുവിന്റെ ജീവൻ തന്നെ വെളിപ്പെടണമെന്ന് പറയുന്നു. പൗലോസിന്റെ ഒരു ആത്മവിശ്വാസം, ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം താൻ ഏറ്റുവാൻ കാരണമുണ്ട്. തനിക്കൊരു വലിയൊരു പുനരുത്ഥാനം ദൈവം വെച്ചിരിക്കുന്നു. അതാണ് നമ്മൾ അടുത്ത അധ്യായത്തിൽ കാണപ്പെടുന്ന ആ അധ്യായത്തിന്റെ ആദ്യത്തെ കുറച്ച് വാക്യങ്ങൾ നമുക്കൊന്ന് പറയാം. ഈ 4-ാം അധ്യായം മുഴുവൻ അത്യന്ത ശക്തിയൊക്കെ പറഞ്ഞിട്ട് താൻ പറയുക, ഞങ്ങൾ ബുദ്ധിമുട്ട് തുടങ്ങില്ല, നിരാശപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ തളർന്നു പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ തളർന്നു പോകാത്തത്? ഞങ്ങൾ പിന്നെയും ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയുന്നത് 5-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ
നമുക്കൊന്ന് വായിക്കാം. പറയുന്നുണ്ട്, കൂടാരമായ, വായിക്കാം 2 കൊരിന്ത്യർ 5:1. എന്ത് സന്തോഷം നൽകുന്ന ഒരു വചനമായി അല്ലെ. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. കാഴ്ചയാലല്ല, കാഴ്ചയിൽ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ബലഹീനരാ, ഞങ്ങൾ ഉടഞ്ഞു പോകുന്നവരാ, ഞാൻ മൺപാത്രങ്ങളാ. പക്ഷെ ഒരു വിശ്വാസമുണ്ട്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകും എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും എന്ന് പറഞ്ഞാൽ കഷ്ടതയിലും സന്തോഷിക്കുന്ന, ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്ന ഒരു അനുഭവം തന്റെ ജീവിതത്തിലുണ്ട് എന്നതാണ് താൻ പറയുന്നത്. ഇനി കുറച്ച് വാക്യ സമയം കൂടെ ഉള്ള അല്ലെ. നമുക്ക് അടുത്ത വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. അപ്പം ഞങ്ങൾ ശരീരം വിട്ടാലും ശരീരത്തിൽ ഇരുന്നാലും ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്ന കാരണങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങൾ വെളിപ്പെടണമെങ്കിൽ ക്രിസ്തുവിന്റെ മരണം ഞങ്ങൾ വഹിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അടുത്ത വാക്യം വായിക്കാം. അങ്ങനെ ഞങ്ങൾ മരണവും നിങ്ങളിൽ ജീവനും അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഞങ്ങളിൽ ജീവൻ വ്യാപരിച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഏത് മരണമാ? ക്രിസ്തുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നു എന്ന മരണം വ്യാപരിക്കുന്നതുകൊണ്ടാണ് അത് നിങ്ങൾ ജീവനായി തീരുന്നത്. എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചത് കൊണ്ടാണ് ഞങ്ങൾ സുവിശേഷവുമായി നിങ്ങളുടെ അടുക്ക് വന്നപ്പോൾ ആ സുവിശേഷത്താൽ നിങ്ങൾ ജീവൻ പ്രാപിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ഞങ്ങളുടെ മരണം നിങ്ങളുടെ ജീവന് കാരണമായി തീർന്നു. അപ്പൊ ക്രിസ്തുവിന്റെ കുഞ്ഞരോട് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൽ ജീവൻ വ്യാപരിപ്പാൻ കാരണം ഞങ്ങളെ ക്രിസ്തുവിന്റെ ആ മരണം ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ ക്രിസ്തുവിന്റെ ക്രൂശ് ചുമന്നതുകൊണ്ട് ഞങ്ങൾ പോയത് കൊണ്ടാണ്. നമുക്കറിയാം, അന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള യാത്രകളായിരുന്നു. ഇന്നത്തെ പോലെ ബസ്സോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരവസ്ഥ. കപ്പൽ മാർഗമാണ് അവർ കൂടുതലും സഞ്ചരിച്ചത്. അപ്പൊ ആപത്തുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാവുന്ന അവസ്ഥയിലൂടെ ദിവസങ്ങളോളം മാസങ്ങളോളം കപ്പൽ യാത്ര ചെയ്ത് വെളിച്ചമൊന്നും ഇല്ലാത്ത അവസ്ഥയിലൂടെ അവർ പോയി. അത് അവരത്രയും കഷ്ടപ്പെട്ട് തങ്ങൾ ആ മരണം വഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിത യാത്രയിലൂടെ മാത്രമേ സുവിശേഷ പ്രവർത്തനം അന്ന് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, കൊരിന്ത്യയിലൊക്കെ പോയ സമയത്ത് എത്രത്തോളം കഷ്ടങ്ങളിലൂടെ അവിടെ കടന്നു പോയത് കൊണ്ട് അവരെ കൊരിന്ത്യയിൽ ചെന്ന്, അപ്പോൾ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഇല്ലൂര്യ ദേശം വരെ സഞ്ചരിച്ചു എന്ന് പറയുന്നത്. അന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥലം, അന്ന് പൗലോസ് അറിയാതിരുന്ന സ്ഥലം വരെ സഞ്ചരിച്ചു എന്ന് അവിടെ പറയുന്നത്. ആ ഒരു അതിർത്തിയോളം ചെന്നതാൻ സുവിശേഷം അറിയിച്ചെന്നാ പറയുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോയത് കൊണ്ടാണ് അനേകര് ക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിക്കാൻ കാരണമായി തീർന്നെ. തങ്ങളുടെ മരണം വഹിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു, പക്ഷെ നിങ്ങൾ അത് ജീവനായി തീരുവാനായിട്ട് കാരണമായി തീർന്നു. അത് തന്റെ സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ താൻ അനുഭവിച്ച കഷ്ടങ്ങളെല്ലാം ദൈവരാജ്യ മഹത്വത്തിന് കാരണമായി തീരുക, അനേകർ ദൈവത്തിങ്കിലേക്ക് വരുവാനായിട്ട് കാരണമായി തീർന്നു. കൊരിന്ത്യരെ പോലൊരു സഭ, കാരണം വിഗ്രഹങ്ങളാലും മ്ലേച്ഛതകളാലും നിറഞ്ഞിരുന്ന കൊരിന്ത്യ പട്ടണത്തിൽ നിന്ന് ഒരു ജനതയെ, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തിരഞ്ഞെടുക്കാൻ കാരണം പൗലോസ് അവിടെ വചനവുമായി ചെന്നതുകൊണ്ടാണ്. അപ്പൊ ആ ക്രിസ്തുവിന്റെ മരണവും വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ അനേകരെ ക്രിസ്തുവിന്റെ ജീവനിലേക്ക് നയിക്കുവാനായിട്ട് കാരണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അങ്ങനെ ഞങ്ങൾ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. അപ്പം ആരുടെയെങ്കിലും ജീവിതത്തിൽ ജീവൻ വ്യാപരിക്കണമെങ്കിൽ ആരെങ്കിലും മരിച്ചു കഴിയത്തുള്ളൂ. ക്രിസ്ത്യാനികൾ കഷ്ടം അനുഭവിച്ചത് കൊണ്ടാണ് ക്രിസ്തീയ സുവിശേഷം ഇത്രത്തോളം വളരുവാനായിട്ട് കാരണമായി തീർന്നത്. ആദ്യ നൂറ്റാണ്ടുകളിൽ നമ്മൾക്കറിയാം, അനേകം മിഷണറിമാർ കഷ്ടങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന ദൈവവചനം പഠിക്കാനായിട്ട് ഇടയാത്തരുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് വന്നൊക്കെ മിഷണറിമാരായതും നമ്മുടെ വചനങ്ങൾ, നമ്മുടെ ബൈബിളൊക്കെ നമുക്ക് വിവർത്തനം ചെയ്തു തന്നത് അവരുടെ സാഹചര്യങ്ങൾ, പ്രതികൂലമായ സാഹചര്യങ്ങളായിരുന്നു കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ വന്ന് അവരെ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്ന അവസ്ഥ. അപ്പൊ അവരൊന്നും ആ കഷ്ടത അനുഭവിച്ചുകൊണ്ട് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ പഠിക്കുന്ന വചനം നമുക്ക് കിട്ടുകയില്ലായിരുന്നു. അവര് കഷ്ടങ്ങളിലൂടെ കടന്നു, ഒരാളുടെ മരണമാണ് നമ്മുടെ ജീവിതത്തിന് കാരണമായി തീർന്നത്. അന്ന് അവർ സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഇത്രത്തോളം കഷ്ടം സഹിച്ച് നമുക്ക് വചനവും ഒക്കെ നമുക്ക് വിവർത്തനം ചെയ്ത് തന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സമാധാനത്തോടെ ഒരു വീട്ടിൽ 7-8 ബൈബിളൊക്കെ ഉണ്ടാകാൻ കാരണം അവര് തന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട്
പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും അനേകരണം മരണം കൊണ്ടാണ് നമ്മളിപ്പോൾ ജീവനിൽ വ്യാപരിക്കാനായിട്ട് കാരണമായി തീരുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനം 2:17 പറയുന്നു, ആ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും എന്ന് പറയുന്നു. ഫിലിപ്പി 2:17. 2 വാക്യങ്ങളൂടെ വായിച്ചിട്ട് നമുക്ക് പോകാം, നിർത്താമെന്ന്. ഫിലിപ്പി ലേഖനം 2:17. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. തന്റെ മരണം ആയി പോയാലും താൻ വിഷമിക്കുന്നില്ല. കാരണം അത് നിങ്ങൾ ജീവൻ വെളിപ്പെടേണ്ടതിനാണ്. 2 തീമോഥെയോസ് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, തന്റെ വൃതന്മാർക്ക് നിത്യ തേജസ്സോട് കൂടെയുള്ള ക്രിസ്തുവിലുള്ള രക്ഷ കിട്ടേണ്ടതിന് വേണ്ടിയാണ് താൻ ഇതിനു വേണ്ടി ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നു പറയുന്നത്. 2 തീമോഥെയോസ് 2:10-11 വാക്യങ്ങൾ അത് വായിച്ചിട്ട് നമുക്ക് നിർത്താം. 2 തീമോഥെയോസ് 2:10-11 വാക്യങ്ങൾ. അതുകൊണ്ട് ക്രിസ്തുവേശുള്ള രക്ഷ നിത്യ തേജസ്സോട് കൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. എന്നോട് വായിക്കാം. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വം ഇതാ. ക്രിസ്തുവിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് പോയാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ ക്രൂശ് വഹിച്ചുകൊണ്ടുള്ള യാത്ര മാത്രമേ ദൈവരാജ്യത്തിൽ മഹത്വകരമായി തീരുകയുള്ളൂ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല, ഞങ്ങളെ തകർന്നു പോകുവാനും ദൈവം അനുവദിക്കുന്നില്ല. കാരണം ആ സുവിശേഷത്തിന്റെ അത്യന്ത ശക്തി ഞങ്ങൾ വ്യാപരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. മൺകുടമാണ് ഞങ്ങളെ, വെറും പൊട്ടിപ്പോകാവുന്ന പാത്രങ്ങളാണ്. 4 സൈഡിൽ കൂടെ ഹാർഡ് പ്രസ് ആയിട്ട് ഞങ്ങളെ എന്താ പറയുന്നത്, പ്രസ് ചെയ്യുന്ന അനുഭവം, സീഡിൽ നിന്ന് ഓയിൽ എടുക്കുന്ന അനുഭവത്തിലൂടെ അതിനെ ഞെരിഞ്ഞമർന്നു പോയാലും ഞങ്ങൾ നിരാശപ്പെടുകയില്ല, ഞങ്ങൾ തകർന്നു പോകുകയില്ല. അതിന്റെ കാരണം ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ മിടുക്കല്ല, ഞങ്ങൾ ഒരു വലിയൊരു ശക്തിയെ പകർന്നവന്റെ കഴിവാണ്. ആ കരുത്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്കും പറയാൻ കഴിയണം, എത്രത്തോളം കഷ്ടതയിലൂടെ കടന്നുപോയാലും ദൈവ ഭക്തന്മാർക്കും ദൈവ മക്കൾക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്നല്ല. ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയാലും ആ ഒരു സകല ശക്തി, സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവ സമാധാനത്താൽ ദൈവം നമ്മളെ നടത്തും. അതുകൊണ്ട് പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുത്തുകയും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക. സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവ സമാധാനം നിറയ്ക്കുന്ന ഒരു ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. കൂടുതൽ താഴിൽ കൂടെ കടന്നുപോയാലും നമ്മെ നടത്തുന്ന ഒരു ദൈവം. ഏത് കഷ്ടതയുടെ നടുവിലും കടന്നു പോയാൽ മാത്രമേ അതുപോലെ ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ വെളിപ്പെടണമെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തോട് നമ്മൾ അനുഭവപ്പെടണം. ക്രിസ്തുവിന്റെ മരണത്തോട് അനുഭവപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോട് അനുഭവപ്പെടുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഓരോ ദിവസവും ആ വചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനമായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു.